ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയെ പ്രതിയാക്കാൻ SIT ശ്രമിച്ചത് CPM-ന് വേണ്ടിയെന്ന് സംശയം. സർക്കാരും CPM-ഉം പ്രതിസന്ധിയിലായ സമയം തന്ത്രിക്കെതിരെ ആവശ്യമായ തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെയുള്ള തന്ത്രിയുടെ നിലപാട് സർക്കാരിന് വൈരാഗ്യമുണ്ടാക്കിയതായും വാദം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് ആയില്ല എന്നതാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇതിനെ തുടർന്ന് അറസ്റ്റിലായി 41-ാം ദിനം തന്ത്രിക്ക് വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. പിന്നാലെ ജാമ്യ ഉത്തരവിൽ SITയെ വെട്ടിലാക്കുന്ന വിവരങ്ങളും പുറത്തുവന്നു. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് ഇടപെടാൻ സാധിക്കൂ. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ അടക്കം ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. അതേസമയം ഗൂഢാലോചന നടന്നിട്ടില്ലെന്നും കോടതി വിലയിരുത്തി. പിന്നാലെയാണ് സംശയങ്ങൾ സാധൂകരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. CPM നേതാവായ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായതിനു പിന്നാലെ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലായി. തുടർന്ന് ED കൂടെ അന്വേഷണ രംഗത്തേക്ക് എത്തിയതോടെയായിരുന്നു തന്ത്രിയെ കുരുക്കുവാനുള്ള SITയുടെ ശ്രമം. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി 41 ദിനമാണ് ജയിലിൽ കിടത്തിയത്. പിന്നാലെ CPM തന്ത്രിക്കെതിരെ വ്യാപക പ്രചാരണവും നടത്തി. അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളടക്കം വിചിത്രമായിരിക്കുന്നുവെന്ന് അഭിഭാഷകർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ നിലപാട് ഇടതു സർക്കാരിന് വൈരാഗ്യമുണ്ടാക്കിയിരുന്നു. ഇത് കാരണമാണ് തന്നെ കേസിൽ കുരുക്കിയതെന്ന് തന്ത്രി കോടതിയെ അറിയിച്ചു. ജാമ്യ ഹർജിയിലെ വാദത്തിനിടെയാണ് ഇക്കാര്യം അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. ഇതോടെ SITക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുരുക്കി എന്നതായിരുന്നു നേരത്തെയുള്ള ആരോപണം. ജനം, കൊല്ലം.